ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ സന്ദേശമാണ് തരുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ ആണ്. അതായത് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയുടെ മൂല്യം എന്നത് കേവലം ബാഹ്യമായ രൂപങ്ങളിലല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക ചൈതന്യത്തിലാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ദയ, ഹൃദയശുദ്ധി, സത്യസന്ധത, ധാർമ്മികത എന്നിവയാണ് നിങ്ങളിലുള്ള ഈ ആത്മചൈതന്യത്തിന് മാറ്റു കൂട്ടുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നതും ഈ ആത്മചൈതന്യം തന്നെയാണ്. നിങ്ങളെ യുണീക്കാക്കി മാറ്റുന്ന ഘടകങ്ങളാണിതെല്ലാം. ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ സദാ ഈ ഗുണങ്ങളോടുകൂടി തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ്. ഈ ഉൾക്കരുത്ത് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതിന് സഹായകമാകും. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പിലും മാർഗനിർദ്ദേശിയായി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്ത കാർഡ് ബിലീഫാണ്. ഭഗവാനെയും ഭഗവാന്റെ ഡിവൈൻ പ്ലാനിനെയും നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒന്നിനും ഒരു വ്യക്തതയും കിട്ടുന്നില്ലെങ്കിലും ഭഗവാനെ വിശ്വസിച്ചാൽ നിങ്ങൾക്കുള്ള വഴി തുറക്കപ്പെടുന്നതായിരിക്കും എന്ന മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായി ഭഗവാനെ വിശ്വസിച്ച് ഓരോ സ്റ്റെപ്സും എടുക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. നിങ്ങളുടെ ഉറച്ച വിശ്വാസവും ഭഗവാനിലുള്ള ആത്മസമർപ്പണവും നിങ്ങളെ വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അടുത്തത് സെലക്ഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചോയ്സ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരിക്കും. നിങ്ങൾ ധർമ്മത്തിനും സത്യത്തിനും അഹിംസയ്ക്കും മുൻതൂക്കം കൊടുത്ത് ഓരോ തീരുമാനങ്ങളും എടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉന്നതി നൽകുന്നവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, അങ്ങനെയുള്ള തീരുമാനങ്ങളെ കൈക്കൊള്ളാൻ പാടുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ദീർഘനാള് നിലനിൽക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ വേണം നിങ്ങൾ കൈക്കൊള്ളാനുള്ളത് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാൻ വിലപിടിപ്പുള്ള ഒരു വസ്തുവിലും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല, മറിച്ച് സത്യസന്ധവും നിഷ്കളങ്കവുമായ ഭക്തിയിലും വിശ്വാസത്തിലുമാണ് ഭഗവാന് പ്രിയം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അമൂല്യ വസ്തു സമർപ്പണത്തിനേക്കാൾ സ്നേഹത്തോട് ചെയ്യുന്ന ചെറിയ സമർപ്പണങ്ങൾ ഭഗവാന് പ്രിയമുള്ളതാണ് എന്ന മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെയും നിഷ്കളങ്കമായ സ്നേഹത്തോടെയും ഭഗവാനിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ പോലും ഭഗവാൻ തൃപ്തനാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്കായി ഭഗവാൻ തരുന്നത്. അടുത്തത് ഗീത ഡെക്കിലുള്ള കാർഡാണ് വൈ ഗോഡ് ഡിഫെൻസ് ആണ്. സത്യത്തെയും ധർമ്മത്തെയും പരിരക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ നിങ്ങളുടെ ലൈഫിലും അവതരിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി ദൂരീകരിക്കാനും നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങളുടെ ധർമ്മ പരിപാലനത്തിനും ഭഗവാൻ നിങ്ങളിൽ തന്നെ അവതരിക്കുന്നതാണ് എന്ന മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. നിങ്ങളിലൂടെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് വഴികാട്ടിയായി ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. നെഗറ്റീവ് ചിന്തകളും തടസ്സങ്ങളും ഒക്കെ വരുമ്പോൾ അതെല്ലാം ദൂരീകരിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായി ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സൽപുരുഷന്മാരുടെ സംരക്ഷണവും ഭഗവാന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ഭഗവാൻ നിറവേറ്റിയിരിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അടുത്തത് ഓഫറിംഗ് വർക്ക് ടു ഗോഡ് ആണ്. നിസ്വാർത്ഥമായി അഹങ്കാരമില്ലാതെ ആഗ്രഹ പൂർത്തീകരണത്തിനല്ലാതെ ഉയർച്ചകളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതെ നിങ്ങൾ ഓരോ പ്രവൃത്തിയും
കർത്തവ്യങ്ങളും ഭഗവാനിൽ അർപ്പിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നന്നായിട്ട് തന്നെ ചെയ്യുക. ഒരു റിസൾട്ടിന് വേണ്ടിയും നിങ്ങൾ പ്രതീക്ഷിക്കാതെയും കാത്തു നിൽക്കാതെയും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. നിങ്ങൾക്കുള്ള അനുഗ്രഹം ഭഗവാൻ തന്നെ അറിഞ്ഞു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് ദ ഈഗോ ആണ്. എല്ലാം ചെയ്യുന്ന കർത്താവ് ഞാൻ തന്നെയാണ് എന്നുള്ളൊരു മൂഢവിചാരം നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. എല്ലാം പ്രകൃതിയുടെ ഗുണങ്ങളായ രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിനയത്തോടെയും അഹങ്കാരമില്ലാതെയും ഭഗവാന്റെ ഒരു മാധ്യമമായി പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളെ ഭഗവാൻ ചില കാര്യങ്ങൾ ചെയ്യുവാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലെ ഈഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ഭഗവാന്റെ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ്. വളരെ